ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കസോളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് മണികരണിലേക്കാണ്. മണാലിയിൽ നിന്നും മണികരണിലേക്ക് 80 കിലോമീറ്ററോളം ദൂരമുണ്ട്. കസോളിൽ നിന്ന് 4 കിലോമീറ്ററും. മണികരണും കസോളുമൊക്കെ പാർവതി വാലിയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചയാണ് ഹോട്ട് വാട്ടർ സ്പ്രിംഗ്. വളരെയധികം തണുപ്പുള്ള വെള്ളമാണ് പാർവതി നദിയിലൂടെ ഒഴുകുന്നത്. ആ റിവറിലേക്കാണ് ഒരു വശത്തു നിന്നും തിളച്ചു പൊങ്ങി ഒഴുകുന്ന ഹോട്ട് വാട്ടർ സ്പ്രിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലർക്കും ഇതൊരത്ഭുതമായി തന്നെ തോന്നാറുണ്ട്. ഭൂമിക്കടിയിലുണ്ടാകുന്ന ജിയോ തെർമൽ റിയാക്ഷൻ കാരണം തിളയ്ക്കുന്ന വെള്ളം ഭൂമിയിലേക്ക് വിള്ളലുകളിൽ കൂടി തിളച്ചു പൊങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. ഇതിൽ ധാരാളം മിനറൽസ് ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനമാണ് സൾഫർ എന്ന മിനറൽ. സൾഫറിൻ്റെ സാന്നിധ്യം കാരണം ഈ വെള്ളത്തിന് പ്രത്യേകമായൊരു സ്മെല്ല് കൂടി ഉണ്ടാകാറുണ്ട്. ഈ വെള്ളത്തിൽ കുളിക്കുന്നത് ആർത്രൈറ്റിസിനും ധാരാളം സ്കിൻ ഡിസീസിനുമൊക്കെ ഒരു ക്യൂറാണെന്ന് കരുതുന്നുണ്ട്. മതവിശ്വാസികൾക്ക് ഇതിൽ കുളിക്കുന്നത് പുണ്യകർമ്മവുമാണ്. ടൂറിസ്റ്റ് കേന്ദ്രമെന്നതിലുപരി നമ്മൾ പോകുന്ന മണികരൺ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന രീതിയിൽ പ്രശസ്തമാണ്. ഒരേ സമയം ഹിന്ദു മതത്തിൽപ്പെട്ടവർക്കും സിഖ് മതത്തിൽപ്പെട്ടവർക്കും പുണ്യമായ സ്ഥലമാണ് മണികരൺ. സിഖ് മതത്തിൽപ്പെട്ടവർക്ക് മണികരൺ സാഹിബ് ഗുരുദ്വാര ഒരു പുണ്യസ്ഥലമാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. വളരെയധികം പ്രസിദ്ധമായ ഹോട്ട് വാട്ടർ സ്പ്രിംഗ് മണികരണിലെ ഒരു പ്രധാന കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മണികരൺ ഗുരുദ്വാരയിലാണ്. സിഖ് മതസ്ഥാപകനായ ഗുരുനാനാക്ക് ഇവിടം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഗുരുദ്വാരയിൽ 4 നേരവും ഭക്ഷണം ലഭിക്കും. ഇവിടെ മലയാളികൾക്കൊഴികെ എല്ലാവർക്കും സൗജന്യമായി താമസ സൗകര്യവും ലഭ്യമാണ്. മലയാളികളെ അതിൽ നിന്നും വിലക്കിയതിൻ്റെ കാരണം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഗുരുദ്വാരയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുണ്യസ്നാനത്തിനായി സെപ്പറേറ്റ് ആയിട്ടുള്ള പൂളുകളുണ്ട്. ഗുരുദ്വാരയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കയ്യും കാലും കഴുകണം. ചെരുപ്പിട്ടുകൊണ്ട് ഉള്ളിൽ കയറാൻ പാടില്ല. സ്ത്രീകളും പുരുഷന്മാരും തുണി കൊണ്ട് തല കവർ ചെയ്തിരിക്കണം. എങ്കിലേ അവർ ഉള്ളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലും ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ധാരാളം കാണാറുണ്ട്. ആചാരത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന പല വിശ്വാസങ്ങളും പല വഴിപാടുകളുമൊക്കെ അവിടെ കണ്ടു. തുണിയുടെ സഞ്ചിയിൽ എന്തോ നിറച്ച് തിളപ്പിച്ചെടുക്കുന്നതും കണ്ടു. എന്തോ ആചാരത്തിൻ്റെ ഭാഗമാകാം അതും. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുന്നത്. അവരുടെ മതാചാരപ്രകാരമുള്ള പരമ്പരാഗത രീതിയിലുള്ള ഒരു നൃത്തമായിരുന്നു ഞങ്ങളവിടെ കണ്ടത്. കുറേ നേരം അത് നോക്കി നിന്നതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നപ്പോൾ നമുക്ക് വലിയൊരു മാർക്കറ്റ് തന്നെയാണ് കാണാൻ സാധിച്ചത്. എന്തോ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളാണ് മണികരൺ സമ്മാനിച്ചത്. പാർവതി വാലിയുടെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പണ്ട് പാഠപുസ്തകങ്ങളിൽ ഈ നദികളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ നദി സന്ദർശിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നില്ല. മണികരണിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്
അടുത്തതായിട്ട് പോകേണ്ടത് നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തോഷാണ്. തോഷ് എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലുള്ള ഒരു അടിപൊളി ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലാണ് ഇനി അടുത്ത 2 ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ. അതൊരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് തോഷിലെ കാഴ്ചകളായിട്ട് കാണാം.